അള്ളാഹു ഇനി നമുക്കൊരു നിമിഷം പോലും അവിടെ നിന്ന് തരില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലൂടെ മഗ്ഫിറത്തിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 240 മണിക്കൂർ പടച്ചവൻ നമുക്ക് തന്നടോ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും 240 മണിക്കൂർ പടച്ചവൻ തന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 14,400 മിനിറ്റുകള് 14,400 മിനിറ്റുകള് അള്ളാഹു എനിക്ക് തന്നോ, ഇരിക്കുന്ന ഓരോ മനുഷ്യനും തന്നോ. ഈ 240 മണിക്കൂറുകൾ 14,400 മിനിറ്റുകളിൽ 1 മിനിറ്റ് മതി സഹോദരാ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും. ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്തപിച്ച് കഴുകിക്കളയാൻ 240 മണിക്കൂർ തന്നിട്ട് 14,400 മിനിറ്റുകൾ തന്നിട്ട് അതിലെ 1 മിനിറ്റ് മതി സഹോദരാ, അതിലെ 1 മിനിറ്റ് മതി നിന്റെ പാപം മുഴുവനും കഴുകിക്കളയാൻ. സമയം അവസാനിക്കുകയാണ്. 240 മണിക്കൂർ തീരാൻ പോവുകയാണ്. ഇനി നിന്റെ കണ്ണിന്റെ മുമ്പിൽ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്ത് നേടി സഹോദരാ, എന്ത് നേടി സഹോദരാ? നിന്റെ പാപം കഴുകിക്കളയാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? നിന്നോട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോകാൻ പറഞ്ഞില്ല, ഉംറയ്ക്ക് പോകാൻ പറഞ്ഞില്ല, തലകുത്തി നിൽക്കാൻ പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞില്ല, വെയില് കൊള്ളാൻ പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ പറഞ്ഞില്ല, കച്ചവടത്തിന് പോകണ്ട എന്ന് പറഞ്ഞില്ല, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കണ്ട എന്ന് പറഞ്ഞില്ല. 14,400 മിനിറ്റിൽ 1 മിനിറ്റ് മതി നിന്റെ പാപം പൊറുക്കാൻ, കഴുകിക്കളയാൻ. അല്ലാഹു തന്ന ഓഫറിന്റെ സമയം തീരുകയാ. ചിന്തിക്കു മുസ്ലിമേ, പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പറ്റിയോ? എല്ലാവരും തെറ്റു ചെയ്യുന്നവരാ. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? ആ ചെയ്തത് പടച്ചവന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തന്ന ഓഫർ തീരുകയാ. 240 മണിക്കൂർ പടച്ചവൻ തന്നു. ആ 14,400 മിനിറ്റുകൾ തന്നു. ആ 14,400 മിനിറ്റിൽ 1 മിനിറ്റ് മതി ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകി തീർക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി ആ സമയം കഴിഞ്ഞു. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തന്ന സമയം കഴിഞ്ഞു. എന്ത് നേടി എന്ന് ഈ നട്ടുച്ച സമയത്തിരുന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര മിനിറ്റ് മതി? എത്ര മിനിറ്റ് മതി? ഒരൊറ്റ മിനിറ്റ്. നിന്റെ ജീവിതത്തിൽ 38 കൊല്ലം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കഴുകി കളയാൻ ഒരൊറ്റ മിനിറ്റ് മതി. എന്നിട്ട് എനിക്ക് അല്ലാഹു എന്നോട് പറയുന്നു, സുറാജ് നിനക്കിപ്പോ ഓഫറിന്റെ സമയമാടാ, നിനക്ക് ഓഫറിന്റെ സമയമാ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം വരുമ്പോ ഗൾഫിലൊക്കെ ജയിലിൽ കിടക്കുന്നവരെ പുറത്തു വിടുന്നത് പോലെ അല്ലാഹു എനിക്കൊരു 10 ദിവസം തന്നിട്ട് പറഞ്ഞു, സിറാജ് ഈ 10 ദിവസത്തിൽ 1 മിനിറ്റ് മതിയടാ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ. കിട്ടുന്ന അവസരമാ നീ ഉപയോഗപ്പെടുത്ത്. ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്നെക്കാളും വലിയ നഷ്ടവാളി ആരാ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ആ 1 മിനിറ്റ് പ്രയോജനമുള്ളതാക്കാൻ, ആ 1 മിനിറ്റ് പ്രയോജനമുള്ള 1 മിനിറ്റാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവസാന മിനിറ്റുകൾ, ഇനി അങ്ങോട്ടുള്ള അസർ മഗ്രിബ് വരെ ആ ഉള്ള മണിക്കൂറുകൾ ജീവിതത്തിൽ വിലപ്പെട്ടതാ.
ആ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതെ ഒരു മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് പ്രയോജനമുള്ളതാക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാറ് അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. കാസർഗോഡ് ചെറുക്കളയുടെ പരിസരങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടോ. ആ മുസ്ലിമീങ്ങളിൽ അല്ലാഹു തെരഞ്ഞെടുത്ത വിവിഐപികളാ. ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മൾ സാധാരണ ആൾക്കാരല്ല, നമ്മൾ വിവിഐപികളാണ്. അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. പാപങ്ങൾ കഴുകിക്കളയാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തടോ. ഈ മജ്ലിസിന്റെ മഹത്വം എന്താണെന്നറിയോ? ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത നമ്മളിൽ പലർക്കും അറിയില്ല. പെങ്ങളെ, എന്താണ് ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത എന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ മലക്ക് അവിടുന്ന് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അസർ നമസ്കാരത്തിന് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ആ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അസറിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അതാ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ, മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ പറയുന്നു, യാ റസൂലല്ലാഹ്, അവനോടൊന്ന് പറയണം നബിയേ, ആ കാര്യം ആ ചെറുപ്പക്കാരനോട് പറയണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, പറയണോ ജിബ്രീല്, പറയണോ ജിബ്രീല്? പടച്ചവനെ വല്ലാത്ത സങ്കടമാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറയണമെന്ന്. അങ്ങനെ അസ്റിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അതാ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതാ പടച്ചവനെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ നബി തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ, ഇനി നിന്റെ ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെടും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇനി ജീവിതത്തിൽ ആകെ ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു താ നബിയേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി സദഖ കൊടുക്കാനല്ല, പടച്ചവനെ ഖുർആൻ ഓതാനല്ല, നിസ്കരിക്കാനല്ല, അല്ലാഹുവേ തഥാ പൊരുത്തം ചോദിക്കാനല്ല, ഭാര്യ മക്കളോടൊപ്പം ചെലവഴിക്കാനല്ല. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യമാ. നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, മോനെ, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കു. കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് പള്ളിക്കകത്തിരുന്ന ഖുർആൻ പഠിക്കുകയാ, അവർ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാ. നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാറ് അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മയതാ. അവിടെ പോയിരുന്ന രണ്ട് പ്രതിഫലം. പെങ്ങളെ, വഅദ കേൾക്കുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ ഇൽമു പഠിക്കലാ.
ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്‌ലിസിലിരിക്കലാണ്, അത് നന്മ പഠിക്കലാണ്, നല്ലവരുടെ കൂടെ ചിലവഴിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇൽമു പറയുന്ന മജ്‌ലിസിൽ പോയിരിക്കാൻ അവിടെ ആള് കൂടണമെന്നില്ല. ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോൾ 10,000-കണക്കിന് വരുന്ന ജനങ്ങളില്ല. പടച്ചവരെ കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് അതാ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അവരിൽമു പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെയാണ് പോയിരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ഒന്നാമത് പറഞ്ഞത് ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. 2, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പെങ്ങളെ, ഈ നട്ടുച്ച സമയത്ത് വെയിൽ കൊള്ളുകയാണ്. സീറ്റിന്റെ അടിയിൽ ഇരുന്നിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ നിനക്കറിയാനിട്ടാ പെങ്ങള്, കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നതിന്റെ ചുറ്റുഭാഗമൊന്നു നോക്ക്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ ഈ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഈ ഫ്രീ ആയി കൊടുത്ത സഹോദരന് കിട്ടുന്ന പ്രതിഫലം ചിന്തിക്കടോ. ആ മനുഷ്യന്റെ സമ്പാദ്യം അൽഹംദുലില്ലാഹ് ഈ ബിൽഡിംഗ് പണിതതിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് ഈ ഓഡിറ്റോറിയം മുഴുവനും റഹ്മത്തിന്റെ മലക്കുകളെ വലയം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകള് ഈ കാണുന്ന മജ്‌ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കാൻ ആ മലക്കുകൾ ഈ കാണുന്ന മജ്‌ലിസ് മുഴുവനും വലയം ചെയ്ത് ദുആ ചെയ്യുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഇൽമു പറയുന്ന മജ്‌ലിസിൽ പോയിരിക്കൂ, അതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മ. 2, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 പ്രതിഫലം ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന 2 പ്രതിഫലം. 1, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്‌ലിസിൽ ഇരിക്കല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, ഈ ഇരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് നഷ്ടമാകില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കുകയാ. നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് മലക്കുകൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ ഈ 1 മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ പാപം കഴുകിക്കളയുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ നിന്ന് പ്രയോജനമുള്ള ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കഴിഞ്ഞു, അവസാന സമയമാ, അവസാന സമയമാ. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. ഇനി എളുപ്പ വഴികളുടെ, കുറുക്കു വഴിയുടെ സമയം ഇനിയുള്ളൂ. ഇനി സമയമില്ല. ഇനി ളുഹറിന്റെ ബാങ്ക് വിളിച്ചു. ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ മണിക്കൂറുകൾക്കിടയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പാപം പൊറുക്കണം. അതിനുള്ള വഴി എന്താ? സമയമില്ല. കൂടുതൽ സമയമുണ്ടെങ്കിൽ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാം. ഇനി സമയമില്ല. ഇനി കുറുക്കു വഴിയേ ഉള്ളൂ. നല്ല ബ്ലോക്കാണ്. ഇനി ഇടവഴി വല്ലതും കയറി, ഏതെങ്കിലും ഇടവഴിയിലൂടെ കയറി അൽഹംദുലില്ലാഹ് നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഇനി നമുക്ക് ഇടവഴിയുടെ സമയമേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. ആ എളുപ്പ വഴിയിലൂടെ ഒന്ന് കയറി പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴികൾ എന്താ? നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ എളുപ്പ വഴിയിലൂടെ കടന്നു പോകാം. എല്ലാവരും ചോദിക്കും, ഉസ്താദേ ഞാനിതിന് വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ മനസ്സൊരു ചിന്തയുണ്ടോ? പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ പലിശ തിന്നിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല,
നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത ഇതാണ്, പടച്ചവനെ ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. 7 വൻപാപങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 7 വൻപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ നമ്മളിൽ പലരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ട് നടക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദേ, ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ചെറിയ പാപങ്ങളെ വല്ലാതെ സൂക്ഷിക്കണേ സഹാബാ. നമ്മൾ വൻപാപങ്ങൾ ചെയ്യുന്നവരല്ല. കള്ള് കുടിച്ചിട്ടുണ്ടാകില്ല, വ്യഭിചരിച്ചിട്ടുണ്ടാകില്ല, പലിശ തിന്നിട്ടില്ല, ചെറുക്ക ചെയ്തിട്ടില്ല, യതീമിന്റെ സ്വത്ത് പിടിച്ചു പറ്റിയിട്ടില്ല. പടച്ചവനെ, നമ്മൾ വൻപാപങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലത് പാപമാണെന്ന് പോലും തോന്നുന്നില്ലടോ. നമ്മൾ പാപമായിട്ടത് അംഗീകരിക്കുന്നില്ല. അത് ചെറുതല്ലേ, അത് ചെറുതല്ലേ, നമ്മളതിനെ ചെറുതായി കാണുകയാണ്. കള്ളു കുടിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, വ്യഭിചരിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, പലിശ തിന്നുന്നത് മാത്രമേ പാപമുള്ളൂ, ശിർക്ക് ചെയ്യുന്നത് മാത്രമേ പാപമുള്ളൂ. അതൊക്കെ പാപങ്ങളായി കാണുകയാണ്. എന്നിട്ട് ചെറുത് ചെറുത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൂട്ടുകയാണ്. നമുക്കതിന്റെ വിലയറിയാഞ്ഞിട്ടാ. വൻപാപങ്ങളെയല്ല സൂക്ഷിക്കേണ്ടത്, ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉദാഹരണം സഹിതം നബി തങ്ങൾ പറയുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സ്വഹാബാ, ഈ മരുഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, എല്ലാവരും 4 ഭാഗത്തേക്ക് കടന്നു പോക. നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത്, അതൊരു കമ്പാണോ, കല്ലാണോ, എല്ലും കഷ്ടമാണോ, എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ മരുഭൂമിയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. സ്വഹാബത്ത് നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവരവരുടെ കയ്യിൽ കിട്ടുന്നത് എടുക്കുകയാണ്. കമ്പ് കിട്ടിയവരുണ്ട്, കല്ല് കിട്ടിയവരുണ്ട്, എല്ലാം കഷ്ടം കിട്ടിയവരുണ്ട്. അല്ലാഹുവേ, എന്താണോ കയ്യിൽ കിട്ടിയത് എല്ലാവരും എടുത്തുകൊണ്ട് വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ മുമ്പിലിടാൻ. എല്ലാവരും കയ്യിൽ കൊണ്ടുവന്നത് മുഴുവനും നബി തങ്ങളുടെ മുമ്പിലിടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾ എന്തെങ്കിലും കാണുന്നോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ചെറിയ പാപങ്ങൾ ഇതുപോലെയാ സ്വഹാബാ, ചെറിയ തെറ്റുകൾ ഇതുപോലെയാ സ്വഹാബാ. ആ ചിലതായി ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ പാപമുണ്ടല്ലോ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ വലിയ പാപങ്ങളെക്കാളും മുകളിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇന്ന് നേരം വെളുത്തത് മുതൽ 11:30 വരെ സമയമായല്ലോ. ഒന്ന് കൂട്ടി നോക്കിയടോ. നമ്മൾ കള്ളു കുടിച്ചില്ല, നമ്മൾ വ്യഭിചരിച്ചില്ല, നമ്മൾ പലിശ തിന്നില്ല, നമ്മൾ ശിർക്ക് ചെയ്തില്ല, ആരുടെയും സമ്പാദ്യം, യതീമിന്റെ സമ്പാദ്യം പിടിച്ചു പറ്റിയില്ല. പടച്ചവനെ, സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയില്ല. നമ്മൾ വൻപാപങ്ങളൊന്നും ചെയ്തില്ല. എന്നാ കണക്ക് കൂട്ട്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, എന്തിന് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. പക്ഷേ അംഗീകരിക്കുന്നില്ലടോ. ഇതൊക്കെ പാപമാണെന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നില്ല.
അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബാ, അവര് പാവങ്ങളെ നിസാരമായി കാണുകയാ, അവര് തെറ്റുകളെ നിസാരമായി കാണുകയാ. നബി തങ്ങൾ പറഞ്ഞു, അവര് തെറ്റുകളെ നിസാരമായി കാണും. അവരുടെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ അവര് പാവങ്ങളെ നിസാരമായി കാണുമടോ, അവര് പാവങ്ങളെ നിസാരമായി കാണുമടോ. അതാ സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന നിസാരമായി കാണുന്ന ചില പാപങ്ങളുണ്ടല്ലോ, അത് നബി തങ്ങളുടെ കാലഘട്ടത്തില് വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായി കാണരുത്. തെറ്റ് തെറ്റാണ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണോ, ഒരണുമണി തൂക്കം തിന്മയാണോ, അല്ലാഹു നാളെ നിന്നോട് വിചാരണ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് വലിയ പാവങ്ങളെയല്ല. ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ കള്ളുകുടിക്കൂല, അയാൾ വിഭജിക്കൂല, അയാൾ വലിയ പാപങ്ങളൊന്നും ചെയ്യൂല. പക്ഷെ ചെറിയ പാപങ്ങൾ അതിങ്ങനെ കൂടും തോറും വലുതിനെക്കാളും വലുപ്പമുള്ളതാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷിക്കേണ്ടത് ആ ചെറിയ പാപങ്ങളെയാണ്. ആ ചെറിയ പാപം, ഞാൻ ഇന്നുവരെ കള്ളു കുടിച്ചിട്ടില്ല, അള്ളാഹു മരിക്കുന്ന കാലം വരെ അള്ളാഹു കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കല്ല പടച്ചവനെ, കാക്കണേ, അള്ള ദുആ ചെയ്യും. പക്ഷെ ഞാൻ എത്ര ചെറിയ പാപം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ, ഒരു ഉദാഹരണം, ഒരൊറ്റ ഉദാഹരണം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്കറോ, വയ്യ, നോമ്പായത് കൊണ്ടാണോ? ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് സ്റ്റേജിലുള്ളവരാരും എഴുന്നേക്കണ്ട, പുറത്ത് എഴുന്നേറ്റോ. ആ ഇട്ടിരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. അത് നെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? ഇത് തെറ്റാണോ? തെറ്റാണോ? നമ്മളത് തെറ്റായിട്ട് കാണുന്നില്ല, അത് പാപമായിട്ട് ഞാനും കാണുന്നില്ല, നിങ്ങളും കാണുന്നില്ല. ആ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് ചെറുതാണോ വലുതാണോ, അത് വലിയ തെറ്റായി നമ്മൾ കാണുന്നില്ല. എന്നാൽ ആ തെറ്റെന്താണെന്നറിയിരിക്കെ, അതേത് പാപമാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരികയാ. അതാ ഉമർ തങ്ങൾ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തു ത്വാഹ ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന് വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. അതാ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഇമാമത്തി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കുത്തിക്കേറ്റുകയാണ്. റബ്ബേ, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തിയവിടന്ന് കുത്തിക്കേറ്റി. പടച്ചവനെ, ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അതാ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ 17ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാ. അവിടെ അബൂ ലുഅ്ലുഅ ഇറങ്ങിപ്പോയി. പടച്ചവനെ, പഠിക്കേണ്ട ചില കാര്യമുണ്ട്. പള്ളിയിലെ ഇമാമ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറിയിട്ട് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുത്തി മലർത്തിയിട്ട് ഉമർ തങ്ങളെ പിടഞ്ഞു വീഴുകയാണ്. ഉമർ തങ്ങളെ പിടഞ്ഞു വീഴുകയാ. സാധാരണ ആളല്ല, ഇസ്ലാമിന്റെ ഖലീഫയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി കുത്തുകൊണ്ടിട്ട് മരണവപ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇമാമത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അവിടെ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ അനുവാദം കൊടുത്തു, എന്നെ കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബിയാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് മുമ്പിലേക്ക് കയറുകയാണ്, ഇമാമിന്റെ സ്ഥാനത്ത് കയറുകയാണ്. കാലിന്റെ ചുവട്ടിൽ കിടന്ന് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ അതാ സ്വഹാബികൾ പലരും ഒന്നാമത്തെ സഫിൽ കുത്തുകൊണ്ട് പിടയുമ്പോ നമസ്കാരത്തിന് മുടക്കമില്ലടോ.
എല്ലാവരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളും ഓടിയില്ല, ഒരാളും നിലവിളിച്ചില്ല. എന്തിനാ? സ്വന്തം മകൻ ഉമർ തങ്ങളുടെ മകനാ പള്ളിക്കകത്തുണ്ട്. വാപ്പ കുത്തുകൊണ്ട് മരണവപ്രാളത്തിൽ കിടക്കുമ്പോഴും നിസ്കരിക്കുകയാണ്. ചിന്തിക്കേണ്ടവർക്ക് അത് മതിയടോ. അവസാനം നമസ്കാരം കഴിഞ്ഞോ, ഉമർ തങ്ങളെ പടച്ചവനെ, വായിലൂടെ വെള്ളമൊടിച്ചാൽ അത് അടിവയറ്റിലൂടെ പുറത്തേക്ക് രക്തത്തിൽ കലന്നു വരികയാണ്. മരണവപ്രാളത്തിൽ കിടക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. വസിയത്തുകൾ ചോദിക്കുകയാണ്, ദുആ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് കണ്ടിങ്ങനെ മടങ്ങുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, ഉമർ തങ്ങളെ, നിങ്ങളെത്ര ഭാഗ്യവാനാ ഉമർ തങ്ങള്, നിങ്ങളെത്ര വലിയ ഭാഗ്യവാനാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, നിങ്ങളെത്ര വലിയ ഭാഗ്യവാനാ. നിങ്ങൾ ആരായിരുന്നെന്നറിയോ? നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിന്റെ പഴയ കഥയങ്ങ് ഓർമ്മപ്പെടുത്തിയടോ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ പഴയ കഥയങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ പോയവനാ ഉമറേ, മുത്തുനബിയെ കൊല്ലാൻ പോയവനാ ഉമറേ. നിങ്ങൾ ഖുർആൻ കേട്ട് നന്നായില്ലേ? നിങ്ങൾക്ക് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായില്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞ സഹാബിയായില്ലേ? അല്ലാഹുവേ, നിങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ലോകത്തൊരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ലോകത്തല്ല ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തല്ലിയില്ലേ ഉമറേ? ഈ യുദ്ധം ഹറാമായ മദീനത്ത് കിടന്നിട്ട് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയില്ലേ? ഇവിടെ കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? കരഞ്ഞടാ ചെറുപ്പക്കാരാ. ഉമർ തങ്ങൾ വാവിട്ട് കരയുകയാണ്. ഉമർ തങ്ങൾ വാവിട്ട് കരയുകയാണ്. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ആ ചെറുപ്പക്കാരനെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ഉമർ തങ്ങൾ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഉമർ തങ്ങളുടെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ടടോ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്. ഉമർ തങ്ങൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്. സഹാബത്ത് സഹായിക്കുകയാണ്. അടിവയറ്റിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഏ പൊന്നുമോനെ. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് നിൽക്കടാ മോനെ, ഒന്ന് നിൽക്കടാ മോനെ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നു, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നു മോനെ. അത് പടച്ചവൻ ഇഷ്ടമുള്ള കാര്യമല്ല, അത് അല്ലാഹുവിന് വല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്ന പാപമാ, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന പാപമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന പാപമാ മോനെ. ആ വസ്ത്രമൊന്ന് ഉയർത്തിയുടുക്കണേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് ചെറിയ പാപമല്ല, അത് അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്ന പാപമാ. അഹങ്കാരത്തിന്റെ അടയാളമാണ് വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കല്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടുവോ? ഒരു കറുത്ത കടുകില്ലേ, ആ കടുകിന്റെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കോ? ഈ അടുത്തൊരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ്, ഈ ഉസ്താദന്മാര് കമീസ് ഇടുമ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് മസാല ചോദിച്ചു, ഉസ്താദന്മാര്, ഞാൻ അന്നെ കാര്യം നോക്കി പഠിച്ചവനെ എൻ്റെ താഴെയാണ്. നമ്മളാകെ വെള്ളിയാഴ്ച ഈ സാധനം ഇടുന്നത്, വെള്ളിയാഴ്ചയാണ് കമീസ് ഇടുന്നത്. ഇപ്പൊ പിന്നെ എല്ലാവരും ഇടാൻ തുടങ്ങി, കുഴപ്പമില്ല. അള്ളാഹു നല്ല വസ്ത്രം, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷെ ഈ ഞെരിയാണി ഉസ്താദ് നിസ്കരിക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെയാ കിടക്കുന്നത്. ഈ അഹങ്കാരിയായ ഉസ്താദിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് മസാല ചോദിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മസാലയൊക്കെ അത് പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചാൽ മതി. ഇപ്പം ഞാൻ വന്നപ്പോൾ കുറച്ച് ലിസ്റ്റ് എൻ്റെ കയ്യിൽ എഴുതി തന്നു, ഞാൻ ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം അതിനകത്ത് കുറേ മസാലകളാ. എന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് മസാല ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ പള്ളി ഖത്തീബില്ലേ എന്ന്. എനിക്ക് വഴുതു പറയാനേ അറിയൂ, മസാല പറയാൻ അറിയില്ല. അത് ഉസ്താദന്മാരോട് ചോദിച്ച് എന്നെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം ഈ മസാല നല്ല കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഉസ്താദന്മാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, നിങ്ങളെന്നെ പറഞ്ഞേക്കണം. അവസാനം ആ മസാലയ്ക്കകത്ത് ചോദിച്ചിരിക്കുന്നത്, മഗ്രിബിന് ബാങ്ക് വിളിക്കണ സമയത്ത് തന്നെ നോമ്പ് തുറക്കണോ അതോ ദുആ ചെയ്തിട്ട് തുറന്നാൽ മതിയോ? എന്താ ഞാനും മറുപടി പറയാ? ആ ചോദ്യത്തിനകത്ത് എല്ലാം ഉണ്ട്. ഉസ്താദെ, മഗ്രിബിന് ബാങ്ക് വിളിച്ച ഉടനെ, ബാങ്ക് വിളിക്കാൻ തുടങ്ങിയ ഉടനെ നോമ്പ് മുറിക്കണോ അതോ ബാങ്കും വിളിച്ച് ദുആയും ചെയ്തിട്ട് മുറിക്കണോ? ആ ചോദിച്ച താത്തായ്ക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്റെ താത്ത, നിനക്ക് അറിയില്ല എപ്പോഴാണ് മുറിക്കേണ്ടതെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫിത്തിന പല രീതിയില്ല, ഓരോ മസലകളാ. ഇന്നലെ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു, ഇനിയിപ്പോ വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ വരുന്നെങ്കിൽ അള്ളാഹു ആയാലോ കാലം എവിടെത്തിയിടും. പെരുന്നാളും വെള്ളിയാഴ്ച ഒരു ദിവസം തന്നെ കടന്നു വന്ന ജുമാ കൊണ്ട് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെത്തി നിൽക്കണു? ഇതാ പറഞ്ഞത്, ഞങ്ങൾ എപ്പോഴും ഇപ്പൊ സമസ്തയുടെ 100ാമത് വാർഷികം അൽഹംദുലില്ലാ കാസർഗോഡ് വെച്ച് നടന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് കണ്ടിട്ട് നന്നാകാത്തവൻ ഇനി എന്നാ നന്നാവുക? ഇത് കണ്ടിട്ട് നന്നാകാത്തവൻ, പടച്ചോനെ എന്തായിരുന്നു അവസ്ഥ നമ്മൾ കണ്ടവരാ. ഇത് ആദർശം പഠിപ്പിക്കാൻ പറയണത്. നബിതങ്ങൾ പഠിപ്പിച്ചു, എൻ്റെ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തില, ഒരെണ്ണമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വിഭാഗം നരകത്തിൽ പോകും? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? 73-ൽ എത്ര വിഭാഗം നരകത്തിൽ പോകും? 72 പോകും. ആകെ സ്വർഗത്തിൽ പോണ ഏത് വിഭാഗ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഏത് വിഭാഗ? ഒറ്റ വിഭാഗം. ഈ ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാ ഈ 73 പറയും ഞങ്ങളാണ്. ഈ 73 വിഭാഗത്തിൽ സ്വർഗത്തിൽ പോണ വിഭാഗം ആരാന്ന് വെച്ചാ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവന് മുസ്ലിം ആയിട്ടുണ്ട്. ഓനും പറയണ ആരാ? ഞങ്ങളാ. ഒരു ദിവസം 2 വഖത്ത് നിസ്കാരം പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നവൻ. നബിതങ്ങൾ കഴിഞ്ഞാൽ അബൂബക്കർ തങ്ങളില്ല, ഉമർ തങ്ങളില്ല, ഉസ്മാൻ തങ്ങളില്ല, അലിയാരേ ഉള്ളൂ എന്ന് പറയുന്നവനും പറയുന്നത് ഞങ്ങളാ. മൗലിദും ഇല്ല, റാത്തീബും ഇല്ല, ബദറും ഇല്ല, 17 രാവും ഇല്ല, 27 ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നവനും പറയുന്നത് ആ ഒരു വിഭാഗം ഞങ്ങളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൻ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. സിറാജ്, ഈ പറയുന്നവന്മാരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവന്റെ താടിയുടെ നീളം ഇത്രയും ഉണ്ട്, തഴമ്പും 2 തലപ്പായും ഷോളും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം ഉണ്ടടാ ചങ്ങാതി. ഈ പറയുന്നവരുടെ മുമ്പിൽ നിൽക്കുന്നത് തങ്ങന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്താ പണ്ഡിതന്മാരെന്ന് വെച്ചാൽ നിങ്ങൾ ആരാന്ന് വിചാരിച്ചേ? അള്ളായ. പണ്ഡിതം ചെയ്താൽ നല്ലതാവോ? ഏതെങ്കിലും ഉസ്താദ് കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള അനുവാദം? ഉസ്താദന്മാര് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഉസ്താദന്മാരിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം. ആരടോ? ഈ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ അറിയാം, പറയത്തില്ല, അസൂയ. ആരടോ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമീങ്ങളാ. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.